ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ദാനമായി നൽകിയ നമ്മുടെ കർത്താവിനെ ആദ്യമേ സ്തുതിക്കാം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വലിയ ലോകത്തിൽ ആർക്കും തന്നെക്കുറിച്ചോ തൻ്റെ വേദനകളെക്കുറിച്ചോ ഒരു ബോധ്യവുമില്ല എന്ന് കരുതി നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ തനിച്ചിരുന്ന് കരഞ്ഞിട്ടില്ലേ? ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോഴും ഉള്ളിൽ കടുത്ത ഏകാന്തതയും ഞാൻ ആർക്കും വേണ്ടാത്തവനാണ് എന്ന ചിന്തയും നമ്മെ അലട്ടാറില്ലേ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ഒരിക്കലും അനാഥരല്ലെന്നും നമ്മുടെ പേര് ചൊല്ലി വിളിക്കുന്ന നമ്മുടെ സകല കുറവുകളോടും കൂടെ നമ്മെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു വലിയ കാവൽക്കാരൻ നമുക്കുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന മനോഹരമായ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ 10:14-15. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ലോകം നമ്മെ തള്ളിക്കളയുമ്പോഴും സ്വർഗം നമ്മെ എത്രമാത്രം വിലയേറിയതായി കരുതുന്നു എന്ന് വ്യക്തമാക്കുന്ന അതിശക്തമായ ഒരു വചനമാണിത്. യെരുശലേമിൽ വെച്ച് യേശുക്രിസ്തു അവനെ എതിർത്ത മത നേതാക്കളോട് സംസാരിക്കുന്നതാണ് ഈ വചനത്തിന്റെ പശ്ചാത്തലം. ജനിച്ചപ്പോൾ മുതൽ അന്ധനായിരുന്ന ഒരു മനുഷ്യനെ യേശു അത്ഭുതകരമായി സുഖപ്പെടുത്തി. എന്നാൽ ആ പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കുന്നതിന് പകരം അന്നത്തെ പരീശന്മാർ അവനെ ദേവാലയത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. ലോകം അവനെ അനാഥനാക്കിയ ആ നിമിഷത്തിലാണ് യേശു ഈ നല്ല ഇടയന്റെ ഉപമ പറയുന്നത്. പണ്ടുകാലത്ത് ഇസ്രായേലിലെ ഇടയന്മാർ ആടുകളെ അടിച്ച് ഓടിക്കാറില്ലായിരുന്നു ഇന്ന് ചെയ്യുന്നത് പോലെ. മറിച്ച് അവർ മുൻപേ നടക്കുകയും ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുമായിരുന്നു. ആടുകൾക്ക് തങ്ങളുടെ ഇടയന്റെ ശബ്ദത്തിന്റെ തരംഗം കൃത്യമായി അറിയാമായിരുന്നു. പ്രിയ സഹോദരി സഹോദരൻ, ഈ വചനം നമ്മെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? നിങ്ങൾ പൂർണ്ണമായി കർത്താവിന് അറിയപ്പെട്ടവനാണ്. യു ആർ ഫുള്ളി നോൺ ടു ഹിം. യേശു പറയുന്നു, ഞാൻ നല്ല ഇടയൻ, ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു. ഓരോ മനുഷ്യരെയും അവൻ കൃത്യമായി അറിയുന്നു. ഇവിടെ അറിയുന്നു എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് കേവലം മുഖപരിചയത്തെ അല്ല കാണിക്കുന്നത്, മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെയാണ് അറിയുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലെ ആരും കാണാത്ത ആ കണ്ണുനീർ, ആരും തിരിച്ചറിയാത്ത മാനസിക സംഘർഷങ്ങൾ, നമ്മുടെ ഉള്ളിലെ ഭയങ്ങൾ, ഇതെല്ലാം കൃത്യമായി അറിയുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. യേശു പറയുന്നു, പിതാവാം ദൈവവും താനും തമ്മിലുള്ള ആഴമേറിയ സ്നേഹബന്ധത്തിന്റെ അതേ അളവിലാണ് അവൻ നമ്മെയും കാണുന്നത് അല്ലെങ്കിൽ അറിയുന്നത്. ലോകത്തിലെ ആളുകൾക്ക് നമ്മൾ വെറും ഒരു നമ്പർ, ഒരു വ്യക്തി മാത്രമായിരിക്കും. എന്നാൽ നല്ല ഇടയനായ യേശുവിന് നമ്മുടെ പേരുള്ള ഒരു വ്യക്തിയാണ്. കർത്താവിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച അമൂല്യമായ വ്യക്തിയാണ് നമ്മൾ ഓരോരുത്തരും. വചനം തുടരുന്നു, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. യേശു നമുക്കായി തൻ്റെ ജീവൻ ദാനമായി നൽകിയതാണ്. നമ്മുടെ മൂല്യം അവൻ ക്രൂശിൽ തെളിയിച്ചു കഴിഞ്ഞു. ഈ വചനം എന്താ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്? യേശു നല്ല ഇടയനാണ്. ഞാൻ ഒരു ഇടയനാണ് എന്ന് മാത്രമല്ല പറഞ്ഞത്, അവൻ പറഞ്ഞു ഞാൻ നല്ല ഇടയനാണ്. ലോകത്തിൽ പല നേതാക്കളും ഉണ്ടാകും, പല അധ്യാപകരും ഉണ്ടാകും, പല മാർഗദർശകരും ഉണ്ടാകും. എന്നാൽ എല്ലാവരും നല്ലവരായിരിക്കണമെന്നും ഒന്നുമില്ല. ഒരു നല്ല ഇടയൻ തൻ്റെ ആടുകളുടെ നന്മയാണ് അന്വേഷിക്കുന്നത്. അതുപോലെ യേശു നമ്മുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. നാം ചിലപ്പോൾ അവൻ്റെ പദ്ധതികൾ മനസ്സിലാക്കാതെ പോകാം. എന്നാൽ യേശു എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. 2, യേശു നമ്മെ വ്യക്തിപരമായി അറിയുന്നു. ഈ വചനത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഇതാണ്, ഞാൻ എൻ്റെ ആടുകളെ കൃത്യമായി അറിയുന്നു. ഈ ലോകത്തിൽ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. എന്നാൽ യേശുവിനെ നമ്മെ ഓരോരുത്തരും വ്യക്തിപരമായി അറിയാം. കാരണം അവൻ നമ്മുടെ സൃഷ്ടികർത്താവാണ്. എന്തെല്ലാമാണ് അവൻ അറിയുന്നത്? നമ്മുടെ പേര്, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ കണ്ണുനീർ, നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ,
എല്ലാം അറിയാം. നമ്മുടെ മനസ്സിന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരേ ഒരാൾ ഈ ലോകത്ത് കർത്താവ് മാത്രമാണ്. ലോകം നമ്മെ മറന്നേക്കാം, സുഹൃത്തുക്കൾ നമ്മെ കൈവിട്ടു പോയേക്കാം, എന്നാൽ യേശു ക്രിസ്തു ഒരിക്കലും നമ്മെ മറക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അവൻ അറിയുന്നു. 3, യഥാർത്ഥ ബന്ധമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. യേശു പറയുന്നു, എൻ്റെ ആടുകൾ എന്നെയും അറിയുന്നു. ക്രിസ്തീയ ജീവിതം വെറും മതാചാരങ്ങളല്ല, വെറും ആചാരാനുഷ്ഠാനങ്ങളല്ല. അത് യേശുവുമായുള്ള, കർത്താവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ്. ഒരു കുഞ്ഞ് തൻ്റെ പിതാവിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നത് പോലെ, ആടുകൾ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്നത് പോലെ, വിശ്വാസിയും നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിയണം. ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലൂടെയും നാം യേശുവിന് കൂടുതൽ അറിയേണ്ടതാണ്. 4, നല്ല ഇടയൻ തൻ്റെ ജീവനെ നൽകുന്നു. യേശു പറയുന്നു, ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ ഞാൻ കൊടുക്കുകയാണ്. ഇതാണ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഒരു കൂലിക്കാരൻ അപകടം വന്നാൽ ഓടിപ്പോകും, പക്ഷെ നല്ല ഇടയൻ തൻ്റെ ആടുകളെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും ത്യജിക്കും. ക്രൂശിൽ യേശു ചെയ്തത് അതാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം ബലിയായി നമുക്ക് നിത്യജീവൻ ലഭിക്കുവാൻ തൻ്റെ ജീവനെ നൽകി. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്നേഹപ്രകടനമാണ് കാൽവരിയുടെ ഉന്നതങ്ങളിൽ സംഭവിച്ചത്. 5, യേശുവിൻ്റെ സംരക്ഷണത്തിൽ സുരക്ഷയുണ്ട്. ആടുകൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ അപകടത്തിലാകും, പക്ഷെ ഇടയനോടൊപ്പം ആയിരിക്കുമ്പോൾ സുരക്ഷിതരാണ്. നമ്മുടെ ജീവിതം അതുപോലെയാണ്. യേശുവിലല്ലാതെ നാം വഴിതെറ്റിപ്പോകാം, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീണു പോകാം, നിരാശയിൽ അകപ്പെട്ടു പോകാം, ഭയത്തിലാകാം. എന്നാൽ നല്ല ഇടയനായ യേശു നമ്മെ നയിക്കുന്നു. അവൻ നമുക്ക് വഴി കാണിച്ചു തരുന്നു. അവൻ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അവൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരായിരിക്കും. യേശുവിൻ്റെ സ്നേഹം ഒരിക്കലും മാറുന്നില്ല. മനുഷ്യരുടെ സ്നേഹം മാറാം, സാഹചര്യങ്ങൾ മാറാം, സുഹൃത്തുക്കൾ മാറാം, കുടുംബം മാറാം, പക്ഷെ നല്ല ഇടയൻ്റെ സ്നേഹം ഒരിക്കലും മാറുന്നില്ല. നാം വിജയിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും സന്തോഷത്തിലായിരിക്കുമ്പോഴും ദുഃഖത്തിലായിരിക്കുമ്പോഴും യേശു നമ്മെ അതേ സ്നേഹത്തോടു കൂടെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഇതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. കർത്താവ് നമ്മുടെ വാതിലാകുന്നു, രക്ഷയുടെ വാതിലാകുന്നു. നാം അവനിലൂടെ കടന്നാൽ നമ്മൾ രക്ഷപ്പെടും എന്ന്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. നാം ഈ ലോകത്തിൽ ഒറ്റയ്ക്കല്ല, നമുക്ക് നല്ലൊരു ഇടയനുണ്ട്, നല്ലൊരു വാതിലുണ്ട്. ആ ഇടയൻ യേശു ക്രിസ്തുവാണ്. അവൻ നമ്മെ അറിയുന്നു, നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ സംരക്ഷിക്കുന്നു, നമ്മെ നയിക്കുന്നു. നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ പോലും ബലിയായി നൽകിയവനാണ് അവൻ. ഇന്ന് നമുക്ക് സ്വയം ഒന്ന് ചോദിക്കാം, ഞാൻ നല്ല ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാൻ യേശുവിനോട് കൂടുതൽ അടുക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം അവൻ്റെ നടത്തിപ്പിൽ സമർപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് നല്ല ഇടയനായ യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കാം. അവൻ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. നമ്മുടെ പേര് കൈപ്പത്തികളിൽ കുത്തിവയ്ക്കുകയും നമുക്ക് വേണ്ടി ജീവൻ നൽകി നമ്മെ വീണ്ടെടുക്കുകയും ചെയ്തവനാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ആ യേശു ക്രിസ്തു. അവൻ്റെ ശബ്ദം തിരിച്ചറിയുന്ന ഒരാടിനെ പോലും നശിച്ചു പോകാൻ അവൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഇന്ന് സഹോദര സഹോദരി, ലോകത്തിൻ്റെ തള്ളിക്കയലുകൾ ഓർത്ത് വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. അവൻ്റെ മാറോട് ചേർന്ന് നിൽക്കുക, അവിടെ നമ്മൾ സുരക്ഷിതരാണ്. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിൻ്റെ മക്കൾക്കായി, അത് പങ്കുവയ്ക്കുന്ന മക്കൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സാഹചര്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. അപ്പാ പിതാവേ, നീയാണ് ഞങ്ങളുടെ ഇടയൻ. നീ ഞങ്ങൾക്ക് വേണ്ടി സ്വയം ബലി ആയവനാണ്. എങ്കിലും പലപ്പോഴും ഞങ്ങൾ മറന്നുപോയി. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകിയാടി ഞങ്ങൾ ജീവിച്ചു പോയി. ഈ ലോകത്തിൻ്റെ വെറിക്കൂത്തുകളിൽ കർത്താവേ അടിയങ്ങൾ മുഴുകിപ്പോയി. അടിയങ്ങളോട് പൊറുക്കണമേ. അറിഞ്ഞുകൊണ്ടും അറിയാതെ അടിയങ്ങൾ ഓരോരുത്തരും ചെയ്തു പോയിട്ടുള്ള സർവ്വ പാപങ്ങളും അടിയങ്ങളോട് പൊറുക്കണമേ. കുറ്റങ്ങളും കുറവുകളും ഏറെയുണ്ട് നാഥ. ബലഹീനരാകുന്നു കർത്താവേ. നിന്റെ തൃപ്പാദത്തിലേക്ക് എല്ലാവരെയും ഈ നിമിഷം സമർപ്പിക്കുന്നു കർത്താവേ. ഈ വചനം കേൾക്കുന്ന മക്കളെ വെറും കൈയോടെ വിടരുതേ കർത്താവ്. അവരെ അഭിഷേകം ചെയ്യണമേ, അവരെ നിറയ്ക്കണമേ, അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് സമൃദ്ധമായി നിറയ്ക്കണമേ.
എത്ര വലിയ ആവശ്യങ്ങളായിരുന്നാലും കർത്താവേ, എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നിന്റെ കൃപ നൽകി അവർക്ക് പൂർണ്ണമായി വിടുതൽ നൽകണമേ. സന്തോഷത്തിനും സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും നല്ല നാളുകൾ നൽകുമാറാകണമേ. നീയാകുന്ന വാതിലിലൂടെ കടന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടുവാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ ഞങ്ങളെ നീ ഒരുക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള സകലരെയും സകലത്തെയും അപ്പാ നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ബലഹീനരാകുന്നു, പാപികളാകുന്നു. എങ്കിലും കർത്താവേ, നീ ഞങ്ങളുടെ ഇടയനായി ഞങ്ങളുടെ മുന്നിൽ നടന്ന് ഞങ്ങളെ വഴി കാണിച്ചു തന്ന് നീ ആലോചന പറഞ്ഞ് വഴി നടത്തുന്നതിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. നിന്റെ ശബ്ദം കേട്ട് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവേ, നീ വിളിക്കുന്ന സമയത്ത് വിളി കേൾക്കുവാൻ തക്കവണ്ണം ഈ അടിയങ്ങളെ ഓരോരുത്തരെയും നീ ഒരുക്കണമേ. ലൗകികമായ സകല ചിന്തകളിൽ നിന്നും വിടുതൽ നൽകി കർത്താവെ, നീ കാണിച്ചു വരുന്ന വഴിയിലൂടെ നിന്റെ വേല ചെയ്ത മകനായി കുടുംബമായി സമൂഹമായി തീരുവാൻ തക്കവണ്ണം വ്യക്തിപരമായി ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന മക്കളെല്ലാവരെയും അവരുടെ ആവശ്യങ്ങളെയും അപ്പാ നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. വെറും കൈയോടെ ആരെയും വിടരുതേ. അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്റെ ചിറകിൻ മറവിൽ അവരെ മറക്കണമേ. നിന്റെ രക്തവളപ്പിൽ സംരക്ഷിച്ചു കൊള്ളണമേ. സകല വേദനകൾക്കും ആശ്വാസം നീ നൽകണമേ. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നീ കൊടുക്കണമേ. രോഗികളായിരിക്കുന്നവർ പൂർണ്ണമായി വിടുതൽ നൽകണമേ. ആപത്ത് അനർത്ഥങ്ങളെ രക്ഷിച്ച് നിന്റെ ചിറകിൻ മറവിൽ മറച്ചു കൊള്ളണമേ. പിശാച് അവരെ നോക്കുവാൻ പോലും ഇടവരുത്താതെ നിന്റെ രക്തവളപ്പിൽ സംരക്ഷിച്ചു കൊള്ളണമേ. എല്ലാ കൃപകൾക്കുമായി നന്ദിയോടെ സ്തുതിക്കുന്നു. പൂർണ്ണമായി അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതിനായ സ്തോത്രം. ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.